ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റും സ്ഥലമേറ്റെടുക്കുമ്പോൾ കടകൾ നഷ്ടപ്പെടുന്ന വ്യാപാരികൾക്ക് പുനരധിവാസം ഉറപ്പാക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെട്ടു. ഒഴിവാക്കപ്പെടുന്ന കച്ചവടക്കാരെ ക്ഷേത്ര പരിസരത്ത് നല്ല സംവിധാനം നൽകി പുനരധിവസിപ്പിക്കണമെന്നും ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. 150ഓളം കച്ചവടക്കാരാണ് ഈ ക്ഷേത്ര പരിസരത്ത് ഇനി പറിച്ച് മാറ്റപ്പെടുന്നത്. അപ്പോൾ ഇവരെ തന്നെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെ നല്ലൊരു സംവിധാനത്തിൽ ഇരുത്തണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ തന്നെ 1980 കിഴക്കേ നടയിൽ നമ്മുടെ എൻ്റെ കടയിൽ ഇരിക്കുന്ന സ്ഥലത്ത് അക്വിസിഷൻ നടന്നിട്ടുള്ളത്. അവിടെ നിന്ന് മാറ്റി 2012 വീണ്ടും ഒരു താൽക്കാലിക സംവിധാനത്തിൽ തന്നു. അതാണ് ഇന്ന് ആ കടകളൊക്കെ പലതും തുറക്കാതെ അടച്ചിട്ടിരിക്കുന്നത്. ഒരു കച്ചവട പ്രാധാന്യമുള്ള സ്ഥലത്ത് ഒരു വ്യാപാരികളെയും ഗുരുവായൂർ ദേവസ്വം പുനരധിവസിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. അതേപോലെ തന്നെ 8 വർഷം മുന്നേ കിഴക്കേ നടക്കിൽ ഈസ്റ്റ് ബ്ലോക്കിലും TC ബ്ലോക്കിലുമായിട്ട് 20ഓളം കച്ചവടക്കാരെ അവർ ഒഴിപ്പിച്ചു കൊടുത്തു. അവർക്ക് അതിൻ്റെ ഉള്ളിൽ ഷോപ്പ് തരുന്ന പറഞ്ഞാൽ അത് എന്തിനു വേണ്ടി പണിതാണ് നിങ്ങൾക്കൊക്കെ അറിയാം. മറ്റേ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് അതിന് മുന്നേ അത് മറ്റേ ക്യൂ കോംപ്ലക്സിൽ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പണിത്. പക്ഷെ ഇപ്പോൾ ക്യൂ കോംപ്ലക്സ് അല്ല, ഇപ്പോൾ ഇത് പീഡിയ മുറികളും താഴത്തെ റെസ്റ്റോറൻറ്റ് കച്ചവടക്കാർക്ക് റൂമുകൾ അതിൽ പണിയാൻ പോകുന്നത് മേലെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ പ്ലാന് വേണ്ടിയിട്ട് ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്. പ്ലാൻ കിട്ടിയാൽ ഞങ്ങൾ വിശദീകരിക്കാം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കടകൾ കിട്ടിയാൽ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ചുറ്റു പരിസരത്ത് കച്ചവടം ചെയ്യുന്ന കച്ചവടം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ കൃഷ്ണൻ്റെ വിഗ്രഹവും മറ്റ് ലുട്ടുൾക്ക് സാധനങ്ങൾ വിറ്റാൽ അത് ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പറിച്ച് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ആഘാതം എന്തായിരിക്കും, അത് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. പരിസ്ഥിതി ആഘാത പഠന യോഗത്തിന്റെ ഹാജരിൽ ഒപ്പിട്ടത് സമ്മതപത്രത്തിൽ ഒപ്പിട്ടതായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്ന് ഏകോപന സമിതി നേതാക്കൾ ചൂണ്ടിക്കാട്ടി. സ്ഥലമെടുപ്പിന്റെ നടപടികളിൽ ദേവസ്വം അധികൃതരും റവന്യൂ അധികൃതരും വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകണമെന്നും ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. ഏകോപന സമിതി പ്രസിഡന്റ് CT ഡെന്നീസ്, ജനറൽ സെക്രട്ടറി പുതൂർ രമേഷ് കുമാർ, ട്രഷറർ TK ജേക്കബ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് K രമേഷ്, വനിതാ വിംഗ് പ്രസിഡന്റ് വിജയലക്ഷ്മി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.